ഫ്രണ്ട്സ്, ഇതൊരു കുലയായിട്ട് പോകുന്ന റോസാ ചെടിയാണ് കേട്ടോ. അതിൻ്റെ പൂക്കൾ കണ്ടോ, അടിപൊളിയാണ്. ഒരുപാടുണ്ടാവും കേട്ടോ ഒരുമിച്ച്. ഇതൊരു തണ്ടിലുണ്ടാകുന്ന പൂക്കളാണ് കേട്ടോ. ഇത്രയും ഒരു 8 എണ്ണത്തിൽ കൂടുതലുണ്ട് ഈ ഒരു തണ്ടിൽ തന്നെ ഉണ്ടാവുക കേട്ടോ. വളരെ മനോഹരമായിട്ടാണ് വരുന്നത്. നല്ല മണവുമാണ്. ഒരുപാട് വലുപ്പമില്ലെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഓരോ പൂക്കളും നിൽക്കുന്നത് കണ്ടോ. ചെറിയൊരു തണ്ടിലാണ് ഈ പൂക്കളെല്ലാം ഉണ്ടായി നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പൂവാണ്, നല്ല മണവുമാണ്. വെള്ളയും ഇളം റോസും കൂടെ പടർന്ന ഒരു നിറത്തിലാണിത് ഉള്ളത്. വളരെ മനോഹരമാണ് ഇത് കാണാൻ. ഇത് വള്ളിയായിട്ട് വേണമെങ്കിൽ കയറ്റി വിടാം നമുക്ക് ഈ റോസ. അല്ലാതെ കുറ്റിച്ച് നിർത്താനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. 8 പൂവല്ലേ ഇത്? 1 2 3 4 5 6 7 8 10. ഇപ്പം തന്നെ 10 പൂക്കളുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അടിപൊളി പൂവാണ്. റോസയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഈ ചെടി ഇഷ്ടപ്പെടും. അല്ലേ ജോക്കുട്ടാ? ജോക്കുട്ടൻ ഈ ചെടിയൊന്ന് പൂവൊന്ന് എണ്ണി നോക്കിക്കേ. 1 2 3. ഒത്തിരി ഉണ്ടല്ലോ ജോക്കുട്ടാ. ജോക്കുട്ട ഒരു ഉമ്മ കൊടുത്ത് വെച്ചിരിക്കുക. 1. ഇതാണ് അതിൻ്റെ തണ്ടേ. ഉണ്ട് ഈ കൊല തന്നെ കണ്ടോ, ഈ ചെറിയ തണ്ടിൽ തന്നെ കണ്ടോ എന്തേലും മൊട്ടാണ് ഉണ്ടാവുന്നത്. അടിപൊളിയായിട്ടുള്ള റോസപ്പൂവാണ് കേട്ടോ അത്. ഇതിലൊത്തിരി തേനീച്ചകളൊക്കെ വന്നിരിക്കാറുണ്ട് തേൻ എടുക്കാനൊക്കെ ആയിട്ട്. നല്ല മണമാണ് ഇതിന്. കാറ്റൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അത്യാവശ്യം ഒരാഴ്ചയൊക്കെ ഇത് നിൽക്കുകയും ചെയ്യും. മനോഹരമായിട്ടുള്ള ഒരു റോസയാണിത്.